മാസ്ക് ധരിച്ചില്ല എന്നാരോപിച്ച് മാനന്തവാടി പിച്ചങ്കോട് സ്വദേശികളായ യുവാക്കളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ 5 വർഷമായിട്ടും നടപടിയില്ലെന്ന് പരാതി. ഇക്ബാൽ, സുഹൃത്ത് ഷമീർ എന്നിവരെ അന്നത്തെ തലപ്പുഴ സിഐ PK ജിജീഷിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘം സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. അവൻ പോയാൽ എത്രത്തോളം പോകും നമുക്ക് നോക്കാം. വയനാട് പീച്ചങ്കോട് സ്വദേശി ഇക്ബാൽ, സുഹൃത്ത് ഷമീർ എന്നിവരെ അന്നത്തെ തലപ്പുഴ CI PK ജിജീഷിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘം സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. സ്റ്റേഷന്റെ പുറത്ത് കോമ്പൗണ്ടിന് പുറത്ത് വണ്ടി വെച്ച് കയറിയ സമയത്ത് ഇയാള് അവിടുന്ന് ഷൗട്ട് ചെയ്തു, നീ എടുത്തു വെക്കടാ വണ്ടി ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര റോങ് ആയിട്ടാണ്. പിച്ചമ്പോടൊക്കെ ഇത്തിരി ലേശം തണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയൂ. ഈ ജിമ്മി എന്ന് പറയുന്ന SI പിന്നെ ഞാൻ മറ്റൊരാളോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഒറ്റ ഇടിയാണ് വയറിന്. മർദ്ദനത്തിൽ ഇക്ബാലിന്റെ മുഖത്തുൾപ്പെടെ സാരമായി പരിക്കേൽക്കുകയും രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് തെറ്റും ചെയ്തില്ല സാറേ, എന്ത് നിങ്ങൾ കാട്ടുന്നത് ചോദിച്ചപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് നേരെ വന്നിട്ട് ഈ SI ജിമ്മി നരസിന്റെ കോളർക്ക് പിടിക്കുമ്പോൾ വേറെ എന്റെ അടിവയറ്റിലേക്ക് മുട്ടുകാലിച്ച് കുത്തി ഞാൻ നിലത്ത് പോവുകയും ചെയ്തിട്ടുണ്ടായി. 15 ദിവസത്തോളം ഇരുവർക്കും ജയിലിൽ കഴിയേണ്ടി വന്നു. പോലീസ് മർദ്ദനം സംബന്ധിച്ച് പിറ്റേന്നു തന്നെ ജില്ലാ പോലീസ് പരാതി പരിഹാര അതോറിറ്റിക്ക് ഇരുവരുടെയും കുടുംബങ്ങൾ പരാതി നൽകി. എന്നാൽ 5 വർഷമായിട്ടും പരാതിയിൽ തീർപ്പുണ്ടായില്ല. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടാതായ സമയത്ത് നമ്മൾ സ്വകാര്യ അന്യായം വീണ്ടും ഫയൽ ചെയ്തു. വക്കീലിനോട് ചോദിച്ചപ്പോൾ സ്വകാര്യ അങ്ങനെ എന്ത് ചെയ്ത് സ്വകാര്യ ഫയൽ ചെയ്ത് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ പറയുന്നത്, പ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും പേടിക്കണ്ട. സ്റ്റേഷനിലെ CCTV ദൃശ്യം ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയെങ്കിലും സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അതും ലഭ്യമാക്കിയില്ല. തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരില്ലേ? നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞു കുളിച്ചില്ലേ? പ്രശ്നത്തിൽ നീതി ലഭിക്കും വരെ പോരാടാനാണ് ഇക്ബാലിന്റെയും ഷമീറിന്റെയും തീരുമാനം. അഞ്ഞീര് മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു, എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. പറഞ്ഞതാ